നെഹ്റുവിൻ്റെ വിദേശ നയം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ചേരിചേരാ നയം. ജവഹർലാൽ നെഹ്റു മകൾ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളുടെ സമാഹാരമായ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഇന്ത്യയിലേക്ക് വിവർത്തനം ചെയ്ത സാഹിത്യകാരൻ ആര്? ഉത്തരം മുൻഷി പ്രേംചന്ദ്. അധ്വാനമാണ് ജീവിതം, ജീവിതമാണ് അധ്വാനം. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം നെഹ്റുവിൻ്റെ. ഗാന്ധി സിനിമയിൽ നെഹ്റുവിൻ്റെ കഥാപാത്രം ചെയ്ത നടൻ ആര്? ഉത്തരം റോഷൻ സേത്ത്. ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മുംബൈ. ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് ആരുടെ ആശയമാണ് നെഹ്റു സ്വീകരിച്ചത്? ഉത്തരം ഗാന്ധിജിയുടെ. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇന്ത്യക്കുള്ള സ്ഥാനം ഉറപ്പിക്കുന്നതിനായി നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം? ഉത്തരം ചേരിചേരാ നയം. രാജ്യപുരോഗതിക്കായി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ജവഹർലാൽ നെഹ്റു പഠിച്ച ഇംഗ്ലണ്ടിലെ സ്കൂൾ ഏത്? ഉത്തരം ഹാരോ. ജവഹർലാൽ നെഹ്റുവിന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ അധ്യാപകൻ്റെ പേര് എന്ത്? ഉത്തരം ഫെർഡിനൻഡ് ബ്രൂക്ക്. ജവഹർലാൽ നെഹ്റുവിനെ തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരായിരുന്നു? ഉത്തരം ഗാന്ധിജി. നെഹ്റുവിൻ്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ന്യൂഡൽഹി. ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറിയായ മലയാളി ആര്? ഉത്തരം MO മത്തായി. നെഹ്റു ഗവൺമെൻറ്റിനെതിരെ ആദ്യ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ഉത്തരം JP കൃപലാനി. ജവഹർലാൽ നെഹ്റു എത്ര തവണ ജയിലിൽ പോയിട്ടുണ്ട്? ഉത്തരം 9 തവണ. നെഹ്റു ആകെ തടവിൽ കഴിഞ്ഞ കാലം എത്ര? ഉത്തരം 3276 ദിവസം. പഞ്ചശീല തത്വങ്ങൾ നെഹ്റു ഒപ്പുവെച്ചത് ഏത് ചൈനീസ് പ്രധാനമന്ത്രിയുമായിട്ടാണ്? ഉത്തരം ചൗ ഇൻ ലായ്.